അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബിലുള്ള ആദ്യത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറേ പേരുടെ ഇൻസ്പിറേഷൻ ഉണ്ട്. നമ്മുടെ OMKV ഉണ്ണിച്ചേട്ടൻ, അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടെക്കിലെ എബിച്ചേട്ടൻ, അതുപോലെ ഫിറോസിക്ക, ഇവരുടെ എല്ലാം ഒരു ഗ്രേറ്റ് ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ മാക്സിമം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും ഇതൊക്കെ കേട്ടിട്ട് വേണം എനിക്ക് എൻ്റെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഷിലേക്ക് കിടക്കാം. പോർക്ക് ഫ്രൈ ആണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്, തേങ്ങ വറുത്തരച്ചിട്ടുള്ള പോർക്ക് ഫ്രൈ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഒരു 6 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഏതാണ്ട് ഒരു ചുളയോളം വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ അടിച്ചതാണ്. വേപ്പില ഉണ്ട് അതിൻ്റെ ഒപ്പം. പിന്നെ ഒരു 3 സവാള അരിഞ്ഞത്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ അങ്കമാലിക്കാരുടെയൊക്കെ പ്രിയപ്പെട്ട സാധനം പന്നിയിറച്ചി. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പന്നി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് കുറച്ച് സമയം പിടിക്കും.
അപ്പോൾ നമ്മുടെ മസാല നമ്മൾ പന്നിയിലേക്ക് ഇറങ്ങുമാണ്. അപ്പോൾ നമ്മുടെ പന്നിയുടെ വെള്ളം ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ വറുത്തരച്ച മസാലയുടെ ഒരു പകുതി നമ്മൾ അങ്ങോട്ട് ചേർക്കണം. തേങ്ങ വറുത്തരച്ച മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ചെറുള്ളി, പിന്നെ ഒരു അരമുറി തേങ്ങ, വേപ്പില, വെളുത്തുള്ളി, ഒരു 3-4 അല്ലി ഇത്രയും ചേർക്കുക. നല്ല കട്ടിയുള്ളൊരു ചട്ടി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. കുറച്ചൊന്നായി കഴിയുമ്പോൾ സ്പൈസസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. സ്പൈസസ് ഇട്ടടിച്ചും നന്നായിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോൾ കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇത് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ കാണുന്ന കളർ എത്തുമ്പോഴേ അത് ചേർക്കാവുള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല റെഡ് കളർ ആകുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു മസാല റെഡിയാവും. എന്നിട്ട് ഈ റെഡ് കളർ ആകുമ്പോഴത്തേനും മിക്സിയിലിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പഴയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പന്നിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മറ്റേ മസാലയൊക്കെ ഏകദേശം പിടിച്ചു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നെയ്യും ഉണ്ടായിരുന്നതെല്ലാം മൂറ്റി കളഞ്ഞു, അല്ലെങ്കിൽ ഫ്രൈ ആവത്തില്ല. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ബാക്കിയുള്ള മസാലയും കൂടെ ഒന്ന് ചേർക്കുക. ഇനി നന്നായിട്ട് അങ്ങോട്ട് വരട്ടിയെടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. പന്നി നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടി ഡ്രൈ ആവട്ടെ. അതാണ് പന്നി ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ നിർത്താണ്. അത്യാവശ്യം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനം പയ്യെ ഇറക്കുവാണ്. ലൈവോട്ടോ കാര്യങ്ങള് എങ്ങനെയുണ്ടാ ലൂസിയെ? ഞാൻ പറഞ്ഞു കഴിച്ചോളാം.
അടുത്ത വീഡിയോയിൽ നല്ലൊരു ഡിഷായിട്ട് വരുന്നതായിരിക്കും.